ഓരോ പുതിയ ആഴ്ചകളും യേശുവിൻ്റെ കൂടെ തുടങ്ങാൻ ദൈവം നമുക്ക് കൃപ തന്നില്ലേ? മഴക്കാലത്തും കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ പ്രഭാതത്തിൽ ആരംഭിപ്പാൻ ദൈവം കൃപ തന്നു. അസഹനീയമായ ചൂടായിരുന്നു ഈ പ്രാവശ്യം. ചൂടെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാത്ത പോലത്തെ ഒരു ചൂടായിരുന്നു. കർത്താവ് നല്ലവനും വിശ്വസ്തനും ആയതുകൊണ്ട് ജൂൺ മാസത്തിൽ വരേണ്ട മഴ മെയ് മാസത്തിൽ തന്നെ ആരംഭിച്ചതിനും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. സമൃദ്ധമായ മഴയ്ക്കായിട്ട് നന്ദി പറയണം. നമ്മുടെയൊക്കെ വീടുകളിൽ അസഹനീയമായി കുഞ്ഞുങ്ങൾക്കെല്ലാം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ചൂട് നിമിത്തം ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതിൽ നിന്നെല്ലാം കർത്താവ് വിടിവിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ മഴക്കാലം കർത്താവിൽ നമുക്ക് സന്തോഷിക്കണം, കർത്താവിൽ ആനന്ദിക്കണം. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു ഈ സമയത്ത് നല്ല മത്തി കിട്ടുമെന്ന്. മത്തി നല്ല നെയ്യുള്ള അല്ലെങ്കിൽ മുട്ടയുള്ള മത്തി, അത് കഴിക്കണം, അത് ശരീരത്തിന് ഒത്തിരി നല്ലതാണെന്നൊക്കെ ഒരാൾ എന്നെ ഉപദേശിച്ചു. നല്ല കാര്യം. മഴക്കാലത്ത് കഴിക്കേണ്ട ആഹാരങ്ങളെല്ലാം കഴിക്കുക, ആരോഗ്യം സൂക്ഷിക്കുക, മഴ കൊണ്ട് പനി പിടിക്കാതിരിക്കാൻ ആരോഗ്യമുള്ള ശരീരം സൂക്ഷിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക. എല്ലാവരും ദിവസവും എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യണം. ഭക്ഷണ രീതിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എല്ലാവരും തന്നെ ഭക്ഷണങ്ങളെല്ലാം ഹോട്ടലിലോട്ട് മാറ്റി. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാ ഇടത്തും ഉണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മെഡിക്കൽ ഷോപ്പും ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ആയി മനുഷ്യൻ്റെ ആരോഗ്യ നിലകളെല്ലാം മാറിപ്പോകുന്നുണ്ട്. എന്നാൽ സൂക്ഷിക്കുക. ഇടയ്ക്കൊക്കെ ഭക്ഷണം അങ്ങനെയുള്ളതൊക്കെ വെളിയിൽ നിന്ന് കഴിക്കാമെങ്കിലും കഴിയുന്നത് ആരോഗ്യത്തെ വ്യായാമം ചെയ്താൽ മതി. വെളിയിൽ നിന്ന് കഴിച്ചോ, ആരോഗ്യം നോക്കണം. എല്ലാവരും നടക്കാൻ പോകണം. ഇടയ്ക്ക് ചെറുപ്പക്കാരാണെങ്കിൽ ജിമ്മിൽ പോകണം. സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തുന്നത് ഒത്തിരി ആരോഗ്യമാണ്. കർത്താവിൽ ബലപ്പെടുന്നതുപോലെ തന്നെ നമുക്ക് ദൈവം തന്ന ശരീരമാവുന്ന മന്ദിരത്തെ നാം സൂക്ഷിക്കണം. അത് മരുന്നിൽ ജീവിക്കരുത്. കഴിയുന്നതും വർക്കൗട്ട് ചെയ്ത് എക്സർസൈസ് ചെയ്ത് ആരോഗ്യത്തെ സൂക്ഷിക്കുന്നത് ദൈവഹിതമാണ്. ഇത് ഒരു തലമുറയിലെ ദൈവദാസന്മാർക്കോ സഭയ്ക്കോ അറിയില്ല. അവർ ഉപവാസവും പ്രാർത്ഥനയും അല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ കണ്ടു, സങ്കടം വന്നു. ഷുഗർ വളരെയധികം, കൊളസ്ട്രോള് വളരെയധികം, ഹൈ BP, ഓടി നടക്കുകയാണ്. വളരെ ചെറുപ്പക്കാരാണ്. എന്നാൽ ചെറുപ്പത്തിലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ച് പ്രായം വന്ന് കയറുകയാണ്. ചെറുപ്പത്തിലെ പ്രായം വന്ന് കയറും. അതിനെല്ലാം മാറ്റണം. PG വർഗീസ് അങ്കിൾ പറയുന്ന പോലെ 83 വയസ്സുണ്ട്, ഇപ്പോഴും നടക്കാൻ പോവും, വ്യായാമം ചെയ്യും, ആരോഗ്യം സൂക്ഷിക്കണം. കെന്നത്ത് കോപ്പലാൻഡ് എന്ന് പറയുന്ന ദൈവദാസൻ ഇന്ന് എനിക്ക് തോന്നുന്നു 90 വയസ്സായിട്ടേ ഉണ്ട്. അദ്ദേഹം 120 വയസ്സിൽ ഇന്ന കാര്യം ചെയ്യുമെന്ന് വരെ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വേണമെന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് മങ്ങാതെ ദേഹബലം ക്ഷയിക്കാതെയും ഒക്കെയും ഇരിക്കാം. എങ്ങനെ? മോശം നടപ്പോട് നടപ്പായിരുന്നു. ദൈവം പറയും പർവ്വതത്തിലോട്ട് വാ, കയറ്റോ ഇറക്കോ, കയറ്റോ ഇറക്കോ. ഈ നടപ്പാണ് മോശം. ഈ നടക്കാനിറങ്ങിയത് മോശയ്ക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. ഇതുപോലെ ആരോഗ്യം സൂക്ഷിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീസസ് എവരിഡേ കാണുന്ന എല്ലാവർക്കും ഈ മഴക്കാലം ആരോഗ്യത്തിൻ്റെ ഒരു കാലമാകട്ടെ. യേശുവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. Just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you,
darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. 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 With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം എനിക്ക് തോന്നുന്നു 2-3 ദിവസം നമ്മൾ അതിൽ നിന്ന് തന്നെ ചിന്തിച്ചു. എന്താണ്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. അത് പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ ദൂതന്മാരെ കണ്ടു. ദൂതന്മാരുടെ തേജസ് കണ്ടെന്നല്ല, ഞങ്ങൾ യേശുവിൻ്റെ തേജസ് കണ്ടു. അപ്പം യേശുവിൻ്റെ തേജസ്സോടുകൂടിയ രൂപം പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ തേജസ് കൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന മുറി നിറയണം. നിങ്ങളിരിക്കുന്ന മുറിയെ തേജസ് നിറക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ കാലത്ത് ഇരുന്ന ഇടം കുലുങ്ങി ദൈവ തേജസ് ഇറങ്ങിയപ്പോഴാണ്. അതുകൂടാതെ ശലോമോൻ്റെ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയിട്ട് പുരോഹിതന്മാർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിലും ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് ആ സമാഗമന കൂടാരത്തെ ദൈവം നിറച്ചു. പഴയ നിയമത്തിൽ അത്രയും നിറവുണ്ടെങ്കിൽ സാക്ഷാൽ ദൈവപുത്രൻ്റെ സഭയ്ക്കകത്ത് അതിനേക്കാൾ എത്രയോ മടങ്ങ് തേജസ് വേണം. ഈ ഒരു സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതുപോലെ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് വലിയ വലിയ കൃപ തരട്ടെ. തേജസ്സിൽ നിറഞ്ഞ് ഉള്ള പ്രാർത്ഥന സമയമെടുത്ത്
നിങ്ങൾ ആരാധിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം തേജസ് കൊണ്ട് നിറയും. നിങ്ങൾ ഇരിക്കുന്ന ഇടം നിറയും. അപ്പോസ്തലന്മാർ മാളിക മുറിയിൽ ഇരുന്നത് നമുക്കറിയാം. അവരിരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു എന്നാണ്. ഇരിക്കുന്ന സ്ഥലം മുഴുവനും നിറയണം. നിങ്ങളിരിക്കുന്ന ആ കൊച്ചുമുറി നിറയണം. നിങ്ങളിരിക്കുന്ന സ്ഥലം തേജസ് കൊണ്ട് നിറഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളിലേക്ക് ദൈവകൃപ വ്യാപരിക്കും. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, പാസ്റ്റർ രാജേഷ് മാത്യു, ജോഷുവ ജനറേഷനിൽ കള്ളും കഞ്ചാവിനും അടിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വീട്ടിലിരുന്ന് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവ തേജസ് കൊണ്ട് ബെഡ്റൂം നിറഞ്ഞു. 2 പേര് കൂട്ടുകാർ, കള്ളും കഞ്ചാവിനും അടിമയെ 2 കൂട്ടുകാർ പ്രാർത്ഥിക്കാൻ വന്നു. അവരും വിടുവിക്കപ്പെട്ടു. ഈ മുറിയിലെ ദൈവ തേജസ് ബെഡ്റൂമിലെ ആൾക്കാർ നിറഞ്ഞപ്പോൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. അവിടെയും നിറഞ്ഞു, റൂമും നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. കാരണം ദൈവ തേജസ് നിറഞ്ഞപ്പോൾ തേജസ് എല്ലാവരെയും കൊണ്ടുവരും. ഉടനെ ആ ചർച്ചിലെ ഈ പ്രാർത്ഥനയിൽ വന്ന ഒരു കുടുംബത്തിലേക്ക് അത് മാറ്റി, കുറച്ചും കൂടി വിശാലതയിൽ. അവിടെ നിറഞ്ഞപ്പോൾ ഒരു കാത്തലിക് പള്ളിയുടെ ചാപ്പലിലേക്ക് മാറി. അവിടെ ഒരു 100-150 പേർക്ക് ഇരിക്കാം. അത് നിറഞ്ഞപ്പോൾ ദൈവം അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് അവരെ മാറ്റി. അവിടെയും നിറഞ്ഞപ്പോൾ അവർക്ക് ദൈവം ഒരു ലാൻഡ് കൊടുത്തു, 1.25 ഏക്കർ. ഇപ്പോൾ അവിടെയും നിറഞ്ഞു. അടുത്ത ലാൻഡ് അവർ വാങ്ങി. നിറവ്, തേജസ് കൊണ്ട് ഒരു വ്യക്തി നിറഞ്ഞപ്പോൾ വരുന്നവർ നിറയുകയാണ്. അപ്പൊ ആദ്യം ഒരു വ്യക്തിയിലാണ് ഇത് നിറയുന്നത്. ആ തേജസ് നമ്മിലുണ്ടാകുന്ന ആ ഗ്ലോറിയാണ്, ആ തേജസ്സാണ് ബാക്കിയുള്ളവരെ കൂടി വിടുവിക്കുന്നത്. അതുകൊണ്ട് മോശ പർവ്വതത്തിൽ ചെന്ന് നിറഞ്ഞിറങ്ങിയതുപോലെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പാടി നമ്മുടെ അഭിഷേകത്തെ നിറക്കണം. പൗലോസ് എവിടെ പോകുന്നു അവിടെ എല്ലാ ജനങ്ങൾ നിറയും. ഒരിക്കൽ പൗലോസ് എഫെസോസിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ 12 പേരെ കണ്ടു. ഉടനെ ചോദിച്ച, നിങ്ങൾ നിറഞ്ഞോ എന്നാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. ഉടനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച് പറഞ്ഞു. അവർ 12 പേര് സ്നാനപ്പെട്ടു. എന്നിട്ട് അവരുടെ മേൽ കൈവച്ചു. അവരെ 12 പേരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അന്യഭാഷകൾ സംസാരിച്ചു എന്ന് മാത്രമല്ല, 12 പേരും പ്രവചിച്ചു. അങ്ങനെയാണ് എഫെസോസിൽ ഭയങ്കര ഉണർവുണ്ടായത്. ആ എഫെസോസിൽ ഉണ്ടായ 12 പേരുടെ നിറവ് ഏഷ്യയെ പിടിച്ചു കുലുക്കി. അതുപോലെ വലിയ ദൈവപ്രവൃത്തിയായി മാറി. എഫെസോസ് സഭ, എഫെസ്യ ലേഖനം തന്നെ നമ്മെ നിറയ്ക്കുന്ന ഒരു ലേഖനമാണ്. അതിൻ്റെ 1-ന്റെ അവസാനം, എഫെസ്യ ലേഖനം 1-ന്റെ അവസാനം, എല്ലാറ്റിനെയും എല്ലാം നിറക്കുന്ന നിറവായ സഭ. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അവരോട് പറയുകയാണ്, എല്ലാം നിറക്കുന്ന. എല്ലാ ലേഖനവും ഒരുപോലെയല്ല, ഓരോ വിഭാഗത്തിൽപ്പെട്ട നിറവിനനുസരിച്ച് ഓരോരുത്തരോടും അത് പറഞ്ഞു. പൗലോസ് അതനുസരിച്ചാണ് ലേഖനം എഴുതിയത്. എഫെസ്യ ലേഖനം മനോഹര ലേഖനമാണ്, വലിയ നിറവിൻ്റെ ലേഖനമാണ്. ഇരുന്ന് പ്രാപിച്ച വ്യക്തികളോട് എഴുതിയ ലേഖനമാണ്. അപ്പോൾ എഫെസ്യ ലേഖനം വായിക്കുന്നവർക്ക് വലിയ നിറവുകൾ കാണാൻ കഴിയും, വലിയ ദൈവപ്രവൃത്തി കാണാൻ കഴിയും. അപ്പോൾ ദൈവ തേജസ്സിനാൽ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളെ നിറയുവോളം നിങ്ങൾ ഇരിക്കുക. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ നദി എന്നൊക്കെ നമ്മൾ പാടാറില്ലേ? ആ നദിയിൽ മുങ്ങുക. നരിയാണി, മുട്ട്, അരയോളം ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ടിറങ്ങുക, മുന്നോട്ട് നീന്തുക. ഈ അന്തരീക്ഷത്തിൽ, ആത്മീക അന്തരീക്ഷത്തിൽ ബൈബിൾ വായിക്കുക, ആത്മീയ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ അവസ്ഥകൾ മാറും, നിങ്ങളുടെ വീട് പുതുതാകും. ദൈവ സാന്നിധ്യം നിറഞ്ഞാൽ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പുതിയതാകും, കുടുംബത്തിൽ സമാധാനം, ഒരു പുതിയ അന്തരീക്ഷമായിരിക്കും.
ജോലിയില്ലാത്ത വീട്ടമ്മമാരെന്ന് പറയുന്നില്ല, അതൊന്നുമല്ല. പ്രാർത്ഥനയിൽ നിങ്ങൾ ഇരിക്കണം. ഭർത്താവ് വരുന്നതിന് മുമ്പ്, കുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ച ആ വീട്ടിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷത്തിലോട്ട് വന്ന് കയറട്ടെ. പണ്ടൊക്കെ എല്ലാ വീടുകളിലും വൈകിട്ടാകുമ്പോൾ ചന്ദനത്തിരി കത്തിക്കും. ചില വീടുകളിൽ കുന്തിരിക്കാൻ പോയിക്കും. കാത്തലിക് ഫാമിലികളിലൊക്കെ കുന്തിരിക്കാൻ പോയിക്കും. നല്ല കാര്യമാണ്. എല്ലാ മുറികളിലും ഒരു സുഗന്ധം പരക്കും. അതുപോലെ ഒരു സുഗന്ധം പരത്താൻ പ്രാർത്ഥനയുടെ സുഗന്ധം ആ വീട്ടിൽ നിറഞ്ഞു നിന്നാൽ വന്ന് കയറുന്നവരൊക്കെ ആ അന്തരീക്ഷത്തിലോട്ടാകും. അപ്പോൾ ഇന്ത്യയിലെ ചന്ദനത്തിരിയെക്കുറിച്ച് ആരോ എനിക്കെന്തോ അയച്ചു തന്നു. അതായത് ചന്ദനത്തിരി 2 കാര്യത്തിനാണ്. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടാനും കൊതുക് അപ്രത്യക്ഷപ്പെടാനുമാണ് ചന്ദനത്തിരി. വൈകിട്ടത് കത്തിക്കും. അപ്പം ഇതിൻ്റെ ഉദ്ദേശം അതാണ്. കൊതുക് അപ്രത്യക്ഷമാകണം, ദൈവം പ്രത്യക്ഷപ്പെടണം. ദൈവത്തിൻ്റെ മുമ്പിലും കത്തിക്കും, കൊതുക് പോകാനും കത്തിക്കും. സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. കൊതുക് പോകുന്നുമില്ല, കൊതുക് അപ്രത്യക്ഷമാകുന്നുമില്ല, ദൈവം പ്രത്യക്ഷമാകുന്നുമില്ല. എന്നാൽ ദൈവസാന്നിധ്യത്തിൽ ആ സുഗന്ധം എല്ലാ മുറികളിലേക്കും പരന്നാൽ ആ വീടുകളിൽ വലിയ സ്വസ്ഥതയുണ്ടാകും. പിശാചിന്റെ ഒരു ബാധയും ആ വീട്ടിൽ അടുക്കില്ല. ആ സാന്നിധ്യം കൊണ്ട് നിറയണം. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞവരായിരിക്കണം ഓരോ വ്യക്തികളും. ആ സാന്നിധ്യത്തിൽ ശലോമോൻ നിറഞ്ഞു. ആ ജ്ഞാനം കൊണ്ട് നിറഞ്ഞപ്പോൾ അവനെ കാണാൻ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും രാജ്ഞിമാരും കടന്നു വന്നു. സമ്പത്ത് അവൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ദൈവ സാന്നിധ്യം ഉള്ള ദാവീദ് 60-ലധികം യുദ്ധങ്ങൾ ജയിച്ചു. ഒരു യുദ്ധത്തിൽ പോലും തോറ്റുപോയില്ല. സാന്നിധ്യത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡറായി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തെ അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ ദൈവം ഉപയോഗിച്ച മോശ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞവനായിരുന്നു. മോശയ്ക്ക് ശേഷം വന്ന യോശുവ ദൈവ സാന്നിധ്യത്തിൽ നിറയാൻ അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു. അവൻ കൂടാരം വിട്ട് പിരിയാതെ ഇരുന്നു എന്ന്. അപ്പോസ്തലന്മാര് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവ സാന്നിധ്യം കുറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വഴക്ക്. യവനന്മാരും യഹൂദന്മാരും തമ്മിലൊരു ഭിന്നത. യവനന്മാരുടെ വിധവമാരെ ഗൗരവമായിട്ട് കാണുന്നില്ല, അവരെ വേണ്ട രീതിയിൽ കരുതുന്നില്ല. മിക്കവാറും സഭകളിലുള്ള വഴക്ക് ഇതാണ്, ഞങ്ങളെ അങ്ങനെ വേണ്ട രീതിയിൽ കരുതുന്നില്ല. പിന്നെ പാസ്റ്റർ പൈസക്കാരുടെ കൂടെയാണ്, പാവപ്പെട്ടവരെ നോക്കുന്നില്ല. ഇങ്ങനൊരു ക്ലാഷ്, ഇങ്ങനൊരു വഴക്ക്, ഇങ്ങനൊരു ഭിന്നത പല സഭകളിൽ പിശാച് കൊണ്ടുവരും. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയിൽ ജനം 5000-ൽ കൂടുതലായപ്പോൾ അവിടെയും ഇതുപോലൊരു ഭിന്നത വന്നു കയറി. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഉടനെ അവർക്കിത് മനസ്സിലായി. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇനി മേശമേലുള്ള ശുശ്രൂഷ നിർത്തി, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കാൻ പോവുകയാണ്. എന്നാൽ മേശമേൽ നിൽക്കാൻ ജ്ഞാനം നിറഞ്ഞവർ, സാക്ഷ്യം ഉള്ളവർ, ആത്മാവ് നിറഞ്ഞവർ, 3 അനുഭവമുള്ള 7 പേരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് തുടങ്ങിയതാണ് സഭ. കുറച്ച് കഴിഞ്ഞപ്പോൾ മേശമേലോട്ട് അവർ മാറി, ലക്ഷ്യം പോയി. സാന്നിധ്യത്തിൽ നിറഞ്ഞ ദൈവസഭ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് ചലിക്കൂ. അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഈ 12 പേര് ഉറ്റിരുന്നു. ദൈവവചനം പരന്നു. മേശമേൽ ശുശ്രൂഷിച്ച എല്ലാവരും വളരെ ശക്തന്മാരായി ജനത്തിൻ്റെ നടുവിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ തേജസ്സിൽ നിറയണം. അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പറ്റില്ല. പിന്നീടാണ് സഭ അങ്ങോട്ട് വ്യാപിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 13-ൽ വരുമ്പോൾ അന്ത്യോക്യ സഭയിലേക്ക് ശൗലും ബർന്നബാസൊക്കെ വന്നിട്ട് അന്ത്യോക്യ സഭയിലിരുന്ന് ഇവർ പാടി ആരാധിക്കുകയാണ്. എന്താണ്?
ദൈവ സാന്നിധ്യത്തിൽ നിറയുകയാണ്. അവർ ആരാധന എന്നൊരു വിഷയത്തിലോട്ട് കയറി. അവർ ഉപവാസത്തോടെ ഭക്ഷണം മാറ്റിവെച്ച് ആരാധിക്കുകയാണ്. കഴിക്കാൻ നേരമില്ല. ആ സമയം മുഴുവനും പാട്ടാണ്. ഇരുന്ന് പാടി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയാണ്. അപ്പോൾ കർത്താവ് തന്നെ ശമര്യക്കാരിയോട് പറഞ്ഞു, ഇപ്പോൾ വന്നിരിക്കുന്ന എന്ത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക. പഴയ നിയമത്തിലെ ആരാധനയിലൊക്കെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗം ദഹിച്ചെങ്കിൽ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന പഴയ നിയമക്കാർ കാത്തിരുന്നതാണ്. ആ ആരാധനയിൽ വാസ്തവമായിട്ടും തീയിറങ്ങും. പഴയ നിയമ ആരാധനയിൽ തീയിറങ്ങിയെങ്കിൽ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിൽ സ്വർഗീയ തീ വളരെയധികം ഇറങ്ങും. ഈ സത്യം അറിയാവുന്ന അപ്പോസ്തലന്മാർ അവരാരാധിച്ചു ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 പ്രവാചകന്മാരുണ്ടായിരുന്നു, ശൗലും ബർണബാസും. ദൈവം പരിശുദ്ധാത്മാവ് അവിടെയുള്ള മൂപ്പന്മാരോട് പറഞ്ഞു, ഈ 2 പേരെ പേര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പേര് പറഞ്ഞു, ശൗലിനെയും ബർണബാസിനെയും വലിയ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. പിന്നീട് അവർ പോയ ഇടത്തെല്ലാം രാജ്യങ്ങൾ കുലുങ്ങുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് പോകുന്നവർ എവിടെ ചെന്നാലും ജ്വലിക്കും, എവിടെ ചെന്നാലും കത്തിപ്പടരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പ്രാർത്ഥനയിൽ ഇരുത്തിയിട്ട് സ്കൂളിലേക്ക് വിടും, കോളേജിലേക്ക് പോകും. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ചിട്ട് പോകും. നിങ്ങൾക്ക് അവിടെ എഴുതാനുള്ളത് കറക്റ്റായിട്ട് വെളിപ്പെട്ട് കിട്ടും. നിങ്ങൾ എഴുതുന്നതെല്ലാം 100-ൽ 100ആയി മാറും. നിങ്ങൾ പോകുന്നിടത്ത് വാതിലുകൾ തുറക്കും. നിങ്ങൾക്ക് നല്ല അഡ്മിഷനുകൾ ഉണ്ടാകും. ബുദ്ധി കൊണ്ട് നടക്കണ്ട. എവിടെ പോയാലും നിങ്ങൾക്ക് പുതിയ പുതിയ വാതിലുകൾ തുറക്കും. നിങ്ങളെ അന്വേഷിച്ച ആൾക്കാർ വരും. ഇതൊക്കെയാണ് സാന്നിധ്യത്തിൽ ഇരുന്നവരെ തപ്പി ആൾക്കാർ വരുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ടിജോ തോമസ് അടൂർ ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ 1000 പേർക്കേ അഡ്മിഷനുള്ളൂ. അപ്പം അധികം പേര് വരാതിരിക്കാൻ തന്നെ അവർ ശ്രമിച്ചു. 3 ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു. വന്നത് എത്ര പേരാണെന്നറിയാമോ? 2800 പേര്. 1000 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അവർ വളരെ കഷ്ടപ്പെട്ടു പോയി. 2800 പേര്. 1800 പേരെ അവർ പലയിടത്തായിട്ട് താമസിപ്പിച്ച് പാർപ്പിച്ച് സൂമിലൂടെ കൊണ്ടുവരാനേ പറ്റിയുള്ളൂ. ദൈവ സാന്നിധ്യം എവിടെ നിറയുന്നുവോ അവിടെ അത് സംഭവിക്കും. 28 സ്റ്റേറ്റിൽ നിന്ന്, ഇന്ത്യയുടെ 28 സ്റ്റേറ്റിൽ നിന്നും രാജ്യങ്ങൾ, 26 രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ കടന്നു വന്നു. പെന്തക്കോസ്ത് ആവർത്തിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതിൻ്റെ പല മടങ്ങായിരിക്കും അന്ത്യകാലത്ത് ദൈവം ചെയ്യുന്നത്. സകല ജഡത്തിൻ്റെ മേലും വലിയ പകർച്ച പകരുന്ന സമയമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ ആകർഷിക്കപ്പെടും. റീനാഡ് ബോങ്കെ ഒരു സ്ഥലത്ത് ചെന്നാൽ ലക്ഷങ്ങൾ കൂടും. കാരണം അദ്ദേഹത്തെ വിളിച്ചിരുന്ന ക്രൗഡ് പുള്ളർ എന്നാണ്. അദ്ദേഹം ഇവിടെ ബോങ്കെ, ബെന്നിഹിൻ ഇവരെല്ലാം എവിടെ വന്നാലും, യോങ്കിച്ചോ, ഇവർ വരുന്നിടത്ത് ജനങ്ങൾ ലക്ഷങ്ങൾ കൂടും. കാരണം ഇവർ വഹിക്കുന്ന ദൈവ തേജസ് ജനങ്ങളെ വലിച്ചടിപ്പിക്കുന്നതായിരുന്നു. ഈ പ്രസൻസിനെ കുറിച്ച്, സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് ബോങ്കെ, ബെന്നിഹിൻ പോലെയുള്ളവരുടെ ചുറ്റളവ് 25 കിലോമീറ്റർ ചുറ്റളവാണ്. അത്രയും ചുറ്റളവിലുള്ളവർക്ക് ഇവരിലുള്ള ദൈവശക്തി തൊടാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഓരോ ദിവസവും പ്രാർത്ഥനയിലിരുന്ന് നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ ചുറ്റളവിനെ വർദ്ധിപ്പിക്കണം. ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞ യോഹന്നാനൊക്കെ പോകുന്നിടത്ത് ഈ സാന്നിധ്യങ്ങൾ നിറയുകയാണ്. പത്മോസിൽ ദ്വീപിലേക്ക് പോയി യോഹന്നാനെ നാടുകടത്തി. അവിടെയും കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി. താൻ അന്നത്തെ ദിവസം അയ്യോ എനിക്കാരുമില്ലല്ലോ, രാജാവ് എന്നെ ഇവിടെ കൊല്ലാൻ നാടുകടത്തിയതാണെന്നും പറഞ്ഞ് അവിടെ നിരാശപ്പെട്ടില്ല. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. അതായത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം
യോഹന്നാൻ അനുഭവിച്ചത് പത്മോസിലാണ്. യേശു തൻ്റെ തേജസ്സിൽ ഇറങ്ങി വന്നു. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ദൈവ തേജസ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ അനുഭവത്തിൽ എല്ലാവരും നിറയണം. ജീസസ് എവരിഡേയിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട് മഹത്വം കൊണ്ട് നിറയണം. ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. കാണത്തക്ക രീതിയിൽ നിങ്ങൾ തേജസ് അനുഭവിക്കണം. ഈ ദിവസങ്ങളത് പ്രാപിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കുന്നു. പിതാവേ, ഇവരുടെ വീടുകളിൽ ദൈവ തേജസ് നിറയട്ടെ. ഇത് ശ്രദ്ധിക്കുന്ന പല ദൈവ വേലക്കാരുടെയും പാസ്റ്റേഴ്സിൻ്റെ, പ്രോഫറ്റുമാരുടെ എല്ലാം വീടുകളിൽ ദൈവ തേജസ് കൊണ്ട് നിറയട്ടെ. ശുശ്രൂഷയിൽ കുഴഞ്ഞുപോയ പലരുമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഇടയ്ക്ക് മിനിസ്ട്രി നിർത്തണമോ, കർത്താവിൻ്റെ വേലയിൽ നിന്ന് മാറണമോ? വേണ്ട, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിറയുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വലിയൊരു നിറവിലേക്ക് ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിറയട്ടെ. അവരുടെ സഭകൾ നിറയട്ടെ. ദൈവത്തിൻ്റെ കൃപയുടെ നദി വചനത്തിലും പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ഈ കൃപയുടെ നദി ഇവരിൽ നിന്ന് പുറപ്പെടട്ടെ. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ പിശാചിൻ്റെ പ്രവർത്തികൾ അഴിയട്ടെ. വീടുകളിലുള്ള ആത്മീയ അന്തരീക്ഷത്തെ തടയുന്ന എല്ലാ പിശാചിൻ്റെ പ്രവർത്തികൾ അഴിഞ്ഞു മാറട്ടെ. ഇവരെ ഞാൻ സൗഖ്യമാക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് ഇവർ നിറയട്ടെ. ഇന്ന് പോകുന്നിടത്തെല്ലാം ഇവർക്ക് അത്ഭുതങ്ങൾ കാണാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ വചനങ്ങൾ വിശ്വസിക്കൂ. വലിയ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.